ഒക്ടോബർ 7-ന് ഹമാസ് കൊളുത്തിയ തീ ഇപ്പോൾ ഹിസ്ബുള്ളയുടെ നെഞ്ചത്താണ് വീണ് ആളിപ്പടരുന്നത്. ലബനൻ അതിർത്തികളിൽ സംഘർഷം രൂക്ഷമാകുന്നു. ഇസ്രയേലും ഹിസ്ബുള്ളയും സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഗാസയിലെ യുദ്ധം രൂക്ഷമാകുമ്പോൾ മേഖലയ്ക്കും അതിനപ്പുറത്തേക്കും വിനാശകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയേക്കാവുന്ന മറ്റൊരു മിഡിൽ ഈസ്റ്റ് യുദ്ധം പൊട്ടിപ്പുറപ്പെടുമെന്ന ഭയം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഇസ്രയേലും ലബനീസ് സായുധ ഗ്രൂപ്പായ ഹിസ്ബുള്ളയും കഴിഞ്ഞ 9 മാസമായി അതിർത്തിയിൽ കടുത്ത പോരാട്ടം തുടരുകയാണ്. ഈ സംഘർഷം സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് നീങ്ങുകയാണെങ്കിൽ അത് ഗാസയിലെ അവസ്ഥയേക്കാൾ മോശമായി മാറും. ഇറാഖ്, സിറിയ, ലെമൻ എന്നിവിടങ്ങളിലെ ഇറാന്റെ പിന്തുണയുള്ള മിലീഷ്യകൾ കൂടി യുദ്ധത്തിലേക്ക് വന്നാൽ മിഡിൽ ഈസ്റ്റിൽ പടരുന്ന സംഘർഷം യുഎസിനെയും ഇറാനെയും യുദ്ധമുഖത്തേക്കെത്തിക്കും. അങ്ങനെ വന്നാൽ ഭാവനയ്ക്കതീതമായ ദുരന്തമുണ്ടാകുമെന്ന് ഐക്യരാഷ്ട്രസഭ മുന്നറിയിപ്പ് നൽകി. ഇപ്പോൾ 120 കിലോമീറ്റർ, അതായത് 75 മൈൽ അതിർത്തിയിൽ നടക്കുന്ന യുദ്ധത്തിന്റെ തീപ്പൊരി ഒരുപക്ഷെ മിഡിൽ ഈസ്റ്റിനെ ആളിക്കത്തിച്ചേക്കാം. തീ വിഴുങ്ങുമെന്ന് സാരം. ഗാസയിൽ വെടിനിർത്തലിനു വേണ്ടിയുള്ള ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ തന്നെ ഗാസയിലെ ജനങ്ങൾക്ക് മുകളിൽ ഫൈറ്റർ ജെറ്റുകളും മിസൈലുകളും വട്ടമിട്ട് പറക്കുകയാണ്. ബുധനാഴ്ച വൈകിട്ട് വരെയുള്ള 24 മണിക്കൂറിൽ ഗാസ മുനമ്പിൽ ഇസ്രയേൽ സൈന്യം ബോംബിട്ട് കൊന്നത് 80 പേരെയാണ്. കഴിഞ്ഞ 10 ദിവസത്തിനുള്ളിൽ അഭയാർത്ഥി ക്യാമ്പുകളിലായി പ്രവർത്തിക്കുന്ന 8 UN സ്കൂളുകളാണ് തകർത്തത്. ഇവിടങ്ങളിൽ മാത്രം 539 പേർ കൊല്ലപ്പെട്ടു. ഖത്തറിന്റെയും ഈജിപ്തിന്റെയും നേതൃത്വത്തിലുള്ള നീക്കം ഫലപ്രാപ്തി ഉണ്ടാകുമെന്ന പ്രതീക്ഷ നൽകുന്നുണ്ടെങ്കിലും ഇസ്രയേൽ ഗാസയിൽ ബോംബ് വർഷം തുടരുക തന്നെയാണ്. അടുത്തിടെ ഖാൻ യൂനൂസിലെ അൽമവാസിയിൽ നടന്ന ആക്രമണത്തിൽ മാത്രം കൊല്ലപ്പെട്ടത് ഏകദേശം 90 പലസ്തീനികളാണ്. 10 ദിവസത്തിനിടെ 8 UN സ്കൂളുകളും ആക്രമിക്കപ്പെട്ടു. ഗാസ മുനമ്പിലെ ആക്രമണം ശക്തമാക്കി വെടിനിർത്തൽ കരാറിലെത്താനുള്ള ശ്രമങ്ങൾ അട്ടിമറിക്കാനാണ് ഇസ്രയേൽ ശ്രമിക്കുന്നതെന്നാണ് ഹമാസ് പോളിറ്റ് ബ്യൂറോ അംഗം ഇസത്ത് അൽ റഷീഖ് ആരോപിക്കുന്നത്. ബുധനാഴ്ച അബ്ദുള്ള അസം മസ്ജിദിൽ ഇസ്രയേൽ നടത്തിയ ബോംബ് ആക്രമണത്തിൽ 2 പേർ കൊല്ലപ്പെടുകയും 15 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അതിനിടെ ഗാസ സിറ്റിയിലെ എല്ലാ താമസക്കാരും വീടൊഴിയണമെന്ന് ഇസ്രയേൽ സൈന്യം നിർദ്ദേശിച്ചിട്ടുണ്ട്. ഡെയ്ർ അൽ ബല, അൽ സവിയ എന്നിവിടങ്ങളിലെ അഭയാർത്ഥി സ്ഥാനങ്ങളിലേക്ക് മാറണമെന്നാണ് നിർദ്ദേശിക്കുന്നത്. ഹമാസിനെ തകർക്കുക എന്ന പ്രഖ്യാപിത ലക്ഷ്യവുമായാണ് നെതന്യാഹുവിന്റെ സൈന്യം ഗാസയിലേക്ക് കടന്നു കയറിയത്. പലസ്തീൻ സായുധ സംഘടനയെ പൂർണ്ണമായി തുടച്ചു നീക്കുമെന്ന് പലപ്പോഴും നെതന്യാഹു ആവർത്തിക്കുകയും ചെയ്തു. എന്നാൽ അടുത്തിടെ ഇസ്രയേൽ സൈന്യത്തിന്റെ പ്രധാന വക്താവായ ഡാനിയൽ ഹഗാരി ഹമാസിനെ തകർക്കുക അസംഭവ്യമാണെന്ന് പറഞ്ഞിരുന്നു. ഇസ്രയേലിന് അമേരിക്ക നൽകുന്ന പിന്തുണയും അന്താരാഷ്ട്ര നിയമങ്ങളെയെല്ലാം കാറ്റിൽ പറത്തിയാണെങ്കിൽ പോലും നിയമത്തിന് അതീതരായി പ്രവർത്തിക്കാൻ പാശ്ചാത്യ രാജ്യങ്ങളും ഇസ്രയേലിനെ സഹായിക്കുന്നു. യൂറോപ്യൻ രാജ്യങ്ങൾ ഉൾപ്പെടെ ഇസ്രയേലിനെതിരെ രംഗത്തുണ്ടെങ്കിലും അമേരിക്ക നെതന്യാഹുവിനെ ചേർത്ത് പിടിക്കുന്നുണ്ട് എന്നതാണ് വാസ്തവം. പലപ്പോഴും നെതന്യാഹുവിനെ വിമർശിച്ചിട്ടുണ്ടെങ്കിലും കോടിക്കണക്കിന് രൂപയുടെ പണവും ആയുധങ്ങളും നൽകുന്നതിൽ അമേരിക്ക അമാന്തിച്ചിട്ടില്ല. ഓരോ വർഷവും നൽകുന്ന $330 കോടി പുറമെയാണ് നിലവിലെ സഹായങ്ങൾ. വെടിനിർത്തൽ ചർച്ചകളിലെ പുരോഗതിക്ക് സമാന്തരമായി ആക്രമണങ്ങൾ തുടരുക തന്നെയാണ് ഇസ്രയേൽ. 2002-ലെ 2ാം ഇൻതിഫാദയിൽ അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ ഭരണത്തിലുണ്ടായിരുന്ന ഫത്താ പാർട്ടി വെടിനിർത്തൽ പ്രഖ്യാപിക്കാൻ ഒരുങ്ങിയപ്പോഴാണ് ഗാസ സിറ്റിയിൽ ഹമാസ് നേതാവിന്റെ വീട്ടിൽ 1 ടൺ ബോംബ് ഇസ്രയേൽ വർഷിച്ചത്. അതുപോലെ 2006-ലെ ഹിസ്ബുള്ളയുമായുള്ള 34 ദിവസത്തെ യുദ്ധത്തിലും ഇതുതന്നെ സയണിസ്റ്റ് ഭരണകൂടം ആവർത്തിച്ചു.